നെതിരായ ഈ സൈനിക നടപടികൾക്കായി റോയൽ എയർഫോഴ്സിന്റെ വ്യോമത്താവളങ്ങൾ വിട്ടു നൽകണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം തള്ളിയിരിക്കുകയാണല്ലോ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. സ്വെൻഡനിലെ താവളം തുറന്നു കൊടുക്കില്ല എന്ന കർശന നിലപാട് ബ്രിട്ടൻ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ വളരെ കർശനമായൊരു നിലപാടിലേക്ക് കെയർ സ്റ്റാമർ നീങ്ങുന്നത്? രോഹിണി, തീർച്ചയായും ഈ കെയർ സ്റ്റാമറുടെ മറുപടി എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. 10-20 വർഷം മുമ്പ് അല്ലെങ്കിൽ 25ഓളം വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടൻ എടുത്ത ഒരു നയപരമായ തീരുമാനമുണ്ട്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് തങ്ങളുടെ സൈനിക സംവിധാനങ്ങൾ, അതായത് ലോകം എതിർപ്പ് വിളിച്ചു വരുത്തുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന സൈനിക നീക്കങ്ങൾക്ക് തങ്ങളുടെ സൈനിക അടിത്തറകൾ അല്ലെങ്കിൽ സൈനിക സംവിധാനങ്ങൾ, എയർഫോഴ്സ് ബേസ് ഉൾപ്പെടെ പ്രയോജനപ്പെടുത്താൻ മറ്റു രാജ്യങ്ങളെ അനുവദിക്കേണ്ടതില്ല എന്ന നയപരമായ ഒരു തീരുമാനം നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടായത്, ഇക്കാര്യത്തിലൊരു വിഷയമുണ്ടായത്. മറ്റൊരു പ്രധാന വിഷയം കൂടി പരാമർശിക്കേണ്ടത് ഈ സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇറാനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഇറാൻ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യം വയ്ക്കുമെന്ന കൃത്യമായൊരു നിലപാട് അറിയിച്ചിരുന്നു. ആ നിലപാട് ഇന്ന്, അതായത് ഇക്കഴിഞ്ഞ ദിവസം ആ നിലപാട് വളരെ കൃത്യമായി ഇറാൻ്റെ UN-ലെ, അതായത് ഐക്യരാഷ്ട്ര സംഘടനയിലെ സ്ഥിരം പ്രതിനിധി ഒരു കത്തായി തന്നെ കൃത്യമായി എഴുതി അറിയിക്കുകയും ചെയ്തു സെക്രട്ടറി ജനറലിനെ എന്ന ഒരു സംഭവം കൂടി നിലനിൽക്കുന്നുണ്ട്. അത്തരം ഒരു സംഭവ വികാസം കൂടി ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വിഷയത്തെ നിരീക്ഷിക്കേണ്ടത്. രണ്ട് വിഷയങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതായത് സ്വെൻഡൻ എയർബേസിൽ ഇത്തരത്തിലുള്ള നടപടികൾക്ക് വേണ്ടി, സൈനിക നടപടികൾക്ക് വേണ്ടി സഹകരണം ആവശ്യമുണ്ട് എന്ന നിലപാട്, അമേരിക്കയുടെ ആവശ്യത്തെ കൃത്യമായി തള്ളുകയാണ് കെയർ സ്റ്റാമർ. അത്തരമൊരു നീക്കം നടത്താൻ സാധ്യമല്ല എന്ന നിലപാട് കൃത്യമായി കെയർ സ്റ്റാമർ അറിയിക്കുകയും ചെയ്തു. ഈ കെയർ സ്റ്റാമറുടെ നിലപാടിന് പിന്നാലെയാണ് മറ്റൊരു നിർണായക ഘടകം കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിഷയം കൂടി പരാമർശിക്കപ്പെടേണ്ടത്. നമുക്കറിയാം, ഇന്നലെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഡീഗോ ഗാർഷ്യ ദ്വീപുമായി ബന്ധപ്പെട്ടൊരു വിഷയമായിരുന്നു. ഡീഗോ ഗാർഷ്യ ദ്വീപ് മൊറീഷ്യസിന് തിരിച്ചു നൽകുന്നതിന് അല്ലെങ്കിൽ ഡീഗോ ഗാർഷ്യ ദ്വീപ് ഉൾപ്പെടുന്ന ദ്വീപ് സമൂഹത്തെ വിട്ടു നൽകുന്നത് സംബന്ധിച്ച് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ചില നിരീക്ഷണങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചില നിലപാടുകളും ഒരു മുന്നറിയിപ്പും തന്നെ ഉണ്ടായിരുന്നു. ആ മുന്നറിയിപ്പ് പറയുന്നത്, ഡീഗോ ഗാർഷ്യ നമുക്കറിയാവുന്നതാണ്, അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സംയുക്ത സൈനിക കേന്ദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ. അത് കൃത്യമായ ഒരു ആവശ്യം, ഇറാനെതിരെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അനിവാര്യമായി അതിൻ്റെ നിയന്ത്രണം തങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന ഒരു നിലപാടാണ് ട്രംപ് അറിയിച്ചത്. അക്കാര്യത്തിൽ മൊറീഷ്യസിന് തിരിച്ചു നൽകുന്ന എന്തെങ്കിലും നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ ആ നീക്കങ്ങളെ അതിശക്തമായി എതിർക്കുകയും രണ്ട് രാജ്യങ്ങളും, ബ്രിട്ടനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം തകരാനുള്ള സാധ്യതയുണ്ടാകുമെന്നും അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബ്രിട്ടനിലെ എയർഫോഴ്സ് ബേസുകൾ ഉപയോഗിക്കുന്നതിനുള്ള അനുവാദം, റോയൽ എയർഫോഴ്സിൻ്റെ വിമാനത്താവളങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു അനുമതി അമേരിക്കയുടേത്, അനുമതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അമേരിക്കയുടെ നിലപാട് കൃത്യമായും കെയർ സ്റ്റാമർ എതിർക്കുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇറാനെതിരായ ഒരു സൈനിക നീക്കത്തിന് ബ്രിട്ടൻ്റെ പിന്തുണ ലഭ്യമാകില്ല എന്ന് തന്നെയാണ്. അത്തരത്തിലുള്ള രണ്ട് സൂചനകൾ ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. വിവിധങ്ങളായ കാരണങ്ങൾ അതിനുണ്ട്. പശ്ചിമേഷ്യയിലെ സമാധാന വിഷയങ്ങളെല്ലാം തന്നെ ഇതിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. മറ്റൊരു സുപ്രധാന വിഷയം കൂടി ഇപ്പോൾ പരാമർശിക്കേണ്ടത്, ഈ ചർച്ച നടന്ന ജനീവയിൽ ചർച്ച നടന്ന അന്ന് തന്നെ ട്രംപ് ഔദ്യോഗികമായി ഇസ്രയേലിനെ അറിയിച്ചു എന്ന വാർത്തകൾ അനൗദ്യോഗികമായി പുറത്തു വന്നത്, ഈ ഇറാനുമായുള്ള ധാരണ ഉണ്ടായിട്ടില്ല, ഒരു പരിധിവരെ അത് ഒരു യുദ്ധത്തിൽ കലാശിക്കാവുന്ന സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് ട്രംപ് ഇസ്രയേലിന് നൽകിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇറാനെതിരെ ആക്രമണം നടത്തിയത് ഇസ്രയേലായിരുന്നു ആദ്യം, പിന്നീടാണ് അവസാന ഘട്ടത്തിൽ അമേരിക്ക എത്തിയത് എന്നതും പ്രത്യേകം പരാമർശിക്കേണ്ടതാണ്. രോഹിണി. ശരി, ഐസൺ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.